ഇപ്പം ഞങ്ങളിതാ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകേണ്ട ടൂർ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ രാവിലെ ഒരു 3-4 മണിയൊക്കെ ആയിക്കാണ്. നമ്മളിതാ റോട്ടിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ കന്യാകുമാരി ഇന്ന് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ കണക്കിനാണ് നമ്മൾ പോകണത്. അത് കഴിഞ്ഞ് കൊച്ചു വേളാങ്കണ്ണിയും കണ്ട് അതുവഴി തൂത്തുക്കുടി വഴി നേരെ വേളാങ്കണ്ണി പോകേണ്ട പരിപാടിയാണ്. വൈകിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പം വേളാങ്കണ്ണി അങ്ങനെ എത്തിച്ചേരും. ഇപ്പോൾ തമിഴ്നാട് ബോർഡറിലാണ് എൻ്റെ വീട്. ഇത് തമിഴ്നാട് ബോർഡറിൽ കാണുന്ന ബൈപ്പാസ്സാണ്. ഇത് ഐര ബൈപ്പാസ്സാണ്. അതാണിതാ ലോറികളൊക്കെ പോകണ കാണാം. ഭാരത് ബെൻസൊക്കെ രാത്രിയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഇതുവഴി ഏറ്റവും കൂടുതൽ ഭാരത് ബെൻസാണ് രാത്രി പോണത്. നമ്മളിതാ ഇപ്പം ബൈപ്പാസ് വഴി നേരെ സ്ട്രെയിറ്റ് അങ്ങ് പോവുകയാണ്. ബൈപ്പാസിലൂടെ പോകണില്ല, സ്ട്രെയിറ്റ് പോവാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ബസ് പോണത് കാണാം, ഒരു ടൂറിസ്റ്റ് ബസ്. അതും എവിടെ ടൂർ പോണ ബസ്സാണ്. അതുകൊണ്ടാണ് അവർ രാവിലെ എത്തിയിരിക്കുന്നത്. സൂര്യോദയം കാണാനായിരിക്കും മിക്കവാറും അവരുടെ പ്ലാൻ. അതുകൊണ്ടായിരിക്കും രാവിലെ എത്തിയിരിക്കാൻ കാരണം. ഇത് തമിഴ്നാട് ബൈപ്പാസ്സാണ്. നമുക്ക് വണ്ടികളൊക്കെ പോകണ കാണാം. ഇതിൻ്റെ 2 സൈഡും മലകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് ഇവിടെ ഉള്ളത് കൂടുതലും. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി പോകുമ്പോഴും ബോറടിക്കുക ഒന്നും ചെയ്യില്ല. ഞാൻ കൂടുതൽ ഉറങ്ങിയില്ല, ഞാൻ അങ്ങനെ കണ്ണു തുറന്നിരിക്കുകയായിരുന്നു. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുറേ പേര് ചേർന്നാണ് ഈ ടൂർ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് വേളാങ്കണ്ണി പോണത്. രാമേശ്വരം പോകുന്നതാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ രാമേശ്വരം കട്ട് ചെയ്ത്. രാമേശ്വരം പോവുകയാണെങ്കിൽ കന്യാകുമാരി പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് രാമേശ്വരം കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സൈഡിൽ കാണുന്ന എല്ലാം മലകളാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മലകളാണ്. നമുക്ക് രാവിലെ കാണുന്നതിനേക്കാളും രാത്രി കാണാനാണ് നല്ല രസമുള്ളത്. ഇതൊരു കുത്തനമുള്ളൊരു മലയാണ്, നല്ല രസമുണ്ട്. ഇത് നാഗർകോവിലിന് അടുപ്പിച്ചാണ്, കന്യാകുമാരി നാഗർകോവിൽ അതിനടുപ്പിച്ചാണ് വരുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ സൂര്യൻ ഉദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് സ്വാമി വിവേകാനന്ദ പാറ. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും പുതിയ ഗ്ലാസ് പാലമാണത്. ഈ ഇന്ത്യയിൽ അവിടെ മാത്രമാണ് ഗ്ലാസ് പാലം വന്നിട്ടുള്ളത്. ഈ ഇടയ്ക്ക് തന്നെയാണ് അത് വന്നത്. അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ. സൂര്യൻ റൗണ്ടിൽ ഉദിച്ച് നിൽപ്പുണ്ട്. ഇപ്പം ഉദയം പൂർണ്ണമായിട്ടില്ല, എങ്കിലും ഇനിയും ഉദിക്കാണ്ട്. സൂര്യൻ അങ്ങനെ മാനത്തേക്കാണ്, ഇനി പൊങ്ങി വരാറുണ്ട് കുറച്ചും കൂടെ. അടുത്ത് കാണുന്നതാണ് നമ്മൾ ഗാന്ധി മണ്ഡപം എന്ന് പറയും. ഇവിടെ ഗാന്ധിയുടെ കുറേ രൂപങ്ങളും ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് തിരുവള്ളുവർ പാറയുടെ എങ്ങോട്ടാണ് പോകണമെന്നാണ്. ഇത് ഗാന്ധി മണ്ഡപത്തിൻ്റെ ഒരു സൈഡാണ്. ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 7 മണി ആയതേ ഉള്ളൂ, അതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഗാന്ധി മണ്ഡപം തുറക്കണമെങ്കിൽ ഒരു 8-9 മണിയൊക്കെ ആവും. ഇനി തന്നെ തുറക്കും. ആ ചുവപ്പ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല തണുപ്പുമാണ് അവിടെ. ഇവിടെ ക്യാമറ വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് കടയോരങ്ങളാണ്. കടയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. രാവിലെ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കടയിൽ ടാറ്റു അടിക്കാനും. അതേപോലെ തന്നെ കൂടുതലും നമ്മളെ തമിഴ്നാടോ കേരളമല്ല, അങ്ങോട്ട് ഗുജറാത്ത്, ഡൽഹി അങ്ങോട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. ഇതാ കടലോരമാണ്. ഇവിടെ ഒരു വിഗ്രഹം പോലെ അവർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരാരാധിക്കുകയാണ്. അത് നമ്മുടെ നാട്ടുകാരല്ല, അങ്ങോട്ട് ഗുജറാത്തിലൊക്കെ ഉള്ളവരാണ്.
ഞാൻ എന്താ കടലിലൊന്ന് വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തുള്ള വീഡിയോ എടുത്തിരിക്കുകയാണ്. അവിടെ മീനിരിക്കുകയാണ്. മീനെ തൊട്ടപ്പോൾ അത് ഓടിപ്പോയി. അതിനെ പിടിക്കാൻ കുറച്ച് പാടാണ്. നമ്മുടെ വ്രാലിനെ പോലത്തെ എന്തോ ഒരു മീനാണ്, പക്ഷെ വ്രാലല്ല, അത് കടലിലുള്ള എന്തോ ഒരു മീനാണ്. അടുത്ത ഇതിനൊക്കെ ജീവമുണ്ട്. നമ്മൾ പെട്ടെന്ന് കണ്ട എന്തെങ്കിലും ഷെല്ലാണെന്ന്, അതായത് ഇപ്പം അതിൻ്റെ തോടാണെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ ഇതൊക്കെ ഉണ്ട്. കണ്ടോ, അത് ഇഴഞ്ഞു പോവുകയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും അതിൻ്റെ തോടാണെന്ന്. കണ്ട, അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുമ്പം പെട്ടെന്ന് ഒന്നും കാണില്ല. അതിനെ വെള്ളത്തിൽ ഇട്ടാൽ മാത്രമേ അത് ഓടിപ്പോവും. അതിൻ്റെ കാലുകൾ കാണാൻ ഞണ്ടിലെ പോലെയാണ് ശരിക്കും. കണ്ടോ, അതിൻ്റെ തോടിൻ്റെ ഉള്ളിൽ നിന്ന് അത് വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ട, അടുത്തതാ കുറച്ച് പാറകളാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ പുല്ലുകളും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് പക്ഷെ ആ പുല്ലുകളൊക്കെ കാണാൻ. ഇത് പായലാണ്. ഇതാ അതിൻ്റെ തൊട്ടടുത്ത് വന്ന് ജീവമുള്ളിരിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ കാല് കണ്ടോ, കാലണങ്ങണുണ്ടോ? നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവും നമുക്ക്. പക്ഷെ അത് നേരിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് അനങ്ങയാണെന്ന്. അതിനെ ഞാൻ അങ്ങ് എടുക്കും ഇനിയിപ്പം. എടുക്കാൻ പോയപ്പോൾ അത് ജീവൻ പോയ പോലെ കാണിച്ചു നമുക്ക്. പക്ഷെ ഇതിനെ എടുത്തിട്ടും കാര്യമൊന്നുമില്ല, ഇത് വളരൂല. കണ്ട വെള്ളം, ഇത് ഒരു തരം പായലാണ്, ഇവിടെ വളർന്ന ഒരു പായലാണ്. നല്ല രസമുണ്ട് നമുക്ക് കാണാൻ. ഇവിടെ ഇഷ്ടം പോലെ പായലുണ്ട്, ഇത് മാത്രമൊന്നുമല്ല. കണ്ടോ, കടൽ കണ്ടോ. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് വിഷം ചീറ്റുമെന്നാണ് പറയുന്നത്. അടയും, ചിലത് വിഷം ചീറ്റാറുണ്ട്. ഇതൊക്കെ അടയാണ്. അതിനെ തൊട്ടപ്പോൾ അത് വെള്ളം വെളിയിലോട്ട് വിട്ടത് മാത്രമേ ഉള്ളൂ. അത് അതിനകത്തുള്ള വെള്ളം തന്നെയാണ്. കണ്ടോ, വിഷം ചീറ്റി കണ്ടോ. ഇവിടെ ആ പായലുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ സമയം കന്യാകുമാരിയിൽ നിന്ന് കളിക്കണില്ല, കടലിലൊന്നും ഇപ്പം ഇറങ്ങണില്ല. അത് വേളാങ്കണ്ണി പോയിട്ടാണ്. അപ്പം നമ്മളിതാ കന്യാകുമാരിയിലെ യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വേളാങ്കണ്ണിയിലോട്ട് യാത്ര ഇരിക്കുകയാണ്. ഇത് കന്യാകുമാരിയുടെ തൊട്ട് മുകളിലുള്ള റോഡാണ്. അതുവഴി നമ്മളിതാ അങ്ങ് പോവുകയാണ്. ഇത് കാറ്റാടിപ്പാടങ്ങളാണ്. കാറ്റാടിപ്പാടം ദൂരെ നിന്നാണ് കാണുന്നത്. ആ കാണുന്നത് തൊട്ട് കാറ്റാടിപ്പാടങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി തൊട്ട് അങ്ങോട്ട് ഇഷ്ടംപോലെ നമുക്ക് കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് 2 കാറ്റാടി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ കാറ്റാടികൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം തമിഴ്നാട്ടിൽ കൂടുതലും കന്യാകുമാരിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ തൂത്തുക്കുടി അങ്ങോട്ടൊക്കെ പോകുന്തോറും കാറ്റാടികൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. കാരണം ഇങ്ങോട്ടാണ് നമ്മൾ കാറ്റാടിപ്പാടങ്ങളിൽ വെച്ചൊക്കെ സിനിമകൾ ഷൂട്ടിംഗ് നടക്കുന്നത്. മിക്ക സിനിമകളും കാറ്റാടിപ്പാടങ്ങളിലുള്ള ഷൂട്ടിങ്ങെല്ലാം ഇവിടെ വെച്ചായിരിക്കും നടക്കുന്നത്. Modern culture, that this song is dedicated right for you. Hip hop, do it.
നമ്മളിതാ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം തൂത്തുക്കുടി ബൈപ്പാസിൽ കൂടെയാണ്. ഇതുവഴി പോകുമ്പോൾ തൂത്തുക്കുടി വഴി എയർപോർട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവഴി പോകാൻ നല്ല രസമാണ്. പ്ലെയിൻ റോഡാണ്. ഇതേപോലെയാണ് അങ്ങ് അറ്റം വരെ. ഇതുവഴി മാറ്റങ്ങളില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ വഴി തെറ്റിപ്പോവും, നമ്മൾ വന്ന വഴിയല്ലേ ഇതെന്ന്. പക്ഷേ അതല്ല, ഒരേ റോഡാണ് അങ്ങ്. ഇപ്പം നമുക്ക് കാണുമ്പോൾ ഒരേപോലെ തോന്നാറുണ്ട്, പക്ഷെ അതല്ല, അത് വേറൊരു റോഡാണ്. അങ്ങനെ സ്ട്രെയിറ്റാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ ഇത് ടാർ ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇനി തൊട്ട് അങ്ങോട്ട് കാറ്റാടികൾ കാണാൻ പറ്റുമെന്ന്. കാറ്റാടിപ്പാടം എന്താ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ കാറ്റാടികളായിരിക്കും. കണ്ടത് നമുക്ക് മനസ്സിലാവും. നേരെ അങ്ങനെ കാറ്റാടിപ്പാടം നിൽക്കുകയാണ്. ആ മലയുടെ തൊട്ടടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതൽ കാറ്റാടികൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. ഇതാ അങ്ങനെ ഇപ്പോൾ ഉപ്പളം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി തൊട്ട് അങ്ങോട്ട് ഉപ്പളങ്ങളാണ് ഇഷ്ടം പോലെ. ഉപ്പുകളൊക്കെ അങ്ങ് നിരത്തിയിട്ടിരിക്കുന്നതാണ്. ഉപ്പുകൾ കൂട്ടിയിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഉപ്പാണെന്ന്, പക്ഷെ അങ്ങനെയല്ല, അത് കട്ടിയായിരിക്കും. നമ്മളെ കയ്യിൽ കിട്ടുന്ന പൊടി ഉപ്പ് പോലെ പൊടിയായിരിക്കത്തില്ല, അത് കട്ടി ഉപ്പായിരിക്കും. ഇവിടെ നിന്ന് പോകണം പരലുപ്പാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള. ഇത് ഫാക്ടറി പോയി പല പ്രോസസ്സ് നടന്നാണ് നമ്മളെ ഉപ്പായിട്ട് കിട്ടുന്നത്. ഇതേപോലെ എടുത്ത് പൊടിച്ച് ഉപ്പായിട്ട് തരില്ല. ഇവിടെ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഉച്ചയാവാറായി, പക്ഷെ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വെയിലാണ്, നല്ല വെയിലാണ്. നമ്മളെ കൊണ്ടൊന്നും ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല, കാലൊക്കെ പൊള്ളിപ്പോൾ, അത്രയ്ക്ക് വെയിലാണ്. അതുകൊണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞാലേ എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റും. ഇപ്പം എന്താ ഒരു ഉച്ച 12 മണിയൊക്കെ ആവാറായി കാണാം. അങ്ങനെ ദാ ഇപ്പം ഉപ്പളത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ദാ ഉപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. കട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാറയുടെ അത്ര കട്ടിയല്ല, എങ്കിലും ഒരുവിധം കട്ടിയാണ്. ഇത് അവർ വരുമ്പോൾ ചിലപ്പം നമ്മളെ ചുറ്റിയൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയായിരിക്കും. മനസ്സിലാവും നമുക്ക്. അത് തൊടുമ്പം തന്നെ പൊടിഞ്ഞു വരുന്നില്ല. നമ്മളതിനെ ചുരണ്ടിയാണ് ഇളക്കിയെടുത്തത്. അതിൽ നിന്നൊരു തരി എടുത്ത് ഞാൻ കഴിച്ചു നോക്കി, പക്ഷെ അത് ഒടുക്കലത്തെ ഉപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ തുപ്പിക്കളഞ്ഞു. ഇവിടെയെല്ലാം അടുത്ത ഉപ്പ് ശേഖരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ നിറച്ചിട്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഉപ്പുകളൊക്കെ കൊണ്ടുപോകുന്ന ഫാക്ടറി. ഇതേപോലെ ഇഷ്ടംപോലെ ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ക്ലീൻ ചെയ്ത് നമുക്ക് അങ്ങോട്ടൊക്കെ എത്തുന്നത്. അടുത്ത് നമ്മളിതാ ചോറ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല രസമുള്ളതാണ്. പൈപ്പൊന്നുമല്ല, ഇതേപോലെ തൊട്ടി പോലെ കെട്ടിയിട്ടിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കോരി തന്നെ കൈ കഴുകണം. ഇതവിടെ നല്ല സ്ഥലമാണ്. അവിടെ ഒരു കോവിലാണ്. പിറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായ ആറാണ്. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കാരണം ആറിലൊന്നും ഇത്രയും വെള്ളമല്ലല്ലോ, കൂടുതലും കാണും. ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് വിശ്രമിക്കുകയായിരിക്കും. ഇവിടെയൊക്കെ ഇറങ്ങി കൈയും കാലും ഒക്കെ കഴുകാൻ പറ്റും, പക്ഷെ സൂക്ഷിക്കണം. ഇവിടെ കൂടുതലും മുളകുകളൊക്കെ കൃഷി ചെയ്ത് ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ മുളകാണ്. നമ്മൾ അവിടെ കിട്ടുന്നതിനേക്കാളും എന്തായാലും കൂടുതൽ മുളക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല എരിവുള്ള മുളകാണ്. ഒന്നെടുത്ത് കഴിച്ചു നോക്കി, അപ്പം നല്ല എരിവുണ്ടായിരുന്നു. അടുത്ത പനത്തോട്ടങ്ങൾ അവർ പാട്ടത്തിനടുത്ത് അതിൽ നിന്ന് ഓരോ കൃഷികൾ, അക്കാനി എടുക്കൽ, കരിപ്പട്ടി ഉണ്ടാക്കൽ, അങ്ങനെ ഓരോ കൃഷികൾ.
ചെയ്താണ് അവർ ചെയ്യുന്നത്. ഈ കുടിലൊക്കെ അവർ താമസിക്കുന്നതാണ്. അവർ ഈ കണ്ടങ്ങളെല്ലാം പാട്ടത്തിനാണ് എടുത്തിരിക്കുന്നത്. അത് അവരുടെ ഇതല്ല, ഒരു പാട്ടത്തിനെടുത്തിട്ട് അവിടെ ഇതേപോലെ ഓരോ കുടിലുകളുണ്ടാക്കി അവരവിടെ വ്യവസായം ചെയ്യുന്നതാണ്. ഇതേപോലത്തെ പ്ലേസാണ് മിക്കതും കൂടുതലും തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ. ഇടയ്ക്ക് ഇതേപോലത്തെ മരങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് അവിടെയൊക്കെ ഉള്ള വീടുകൾ. ചെറിയ ചെറിയ ഗ്രാമമാണ്. നമ്മൾ പണ്ടത്തെ തമിഴ് സിനിമകൾ കാണുമ്പോൾ ഉള്ള വീടുകൾ പോലെയാണ് അവിടെ ഇപ്പോഴും. നല്ല രസമാണ് അവിടുത്തെ വീടുകൾ കാണാൻ. ചെറിയ കുടിലുകൾ പോലെ നമ്മളിപ്പോൾ കൊച്ചി ടി വിയിലൊക്കെ കാണാറില്ലേ ചില വീടുകൾ, അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസുമാണ്. അവിടെ കൂടുതലും കൃഷി കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കേരളത്തിലുള്ളതിനേക്കാളും കൃഷി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ കുറവാണ് എങ്കിലും അവിടെ കൃഷികൾ ഇഷ്ടംപോലെയാണ്. കണ്ട മുളകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെ മുളകളാണ് ഞാൻ പോയപ്പോൾ കൂടുതലും കണ്ടത്. ഇപ്പോൾ അതായത് രാത്രിയായിട്ടുണ്ട്. ഇനി നമ്മൾ എത്താറായിട്ടുണ്ട് വേളാങ്കണ്ണി. അവിടെ എന്തോ ഒരു ആഘോഷം നടക്കുകയാണ്, എന്തോ റാലിയാണെന്ന് തോന്നുന്നു. റാലിക്ക് വണ്ടിയിൽ അവർ രൂപങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്ന് കമ്പം പൊട്ടിക്കുകയാണ് അവർ. കണ്ടാ മുകളിലോട്ട് പോകണം നമുക്ക് കാണാൻ സാധിക്കും. പൊട്ടി. ഈ റാലിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ വഴിയിൽ വെള്ളവും നനച്ച് കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും വീടിൻ്റെ ഫ്രണ്ടിൽ വൃത്തിയാക്കി അവർ വെള്ളം തളിച്ചിട്ട് കോലം കാണാൻ സാധിക്കും. നമ്മൾ ഏത് വീട്ടിൽ പോയി പരിശോധിക്കേണ്ട ആവശ്യമില്ല, അവിടെ പോയി നോക്കിയാൽ മതി, നമുക്ക് കോലം കാണാൻ സാധിക്കും. എല്ലാ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ വീടുകളുടെ എല്ലാ ഒരു പെക്യുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ കോലം ഉണ്ടായിരിക്കും മസ്റ്റായിട്ട്. ഇത് നമ്മൾ രാവിലെ എത്തിയിരിക്കുകയാണ് വേളാങ്കണ്ണിയിൽ. അവിടുത്തെ കടലാണ്. കടലിൽ നമ്മൾ രാവിലെ ഇറങ്ങലില്ല, ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം എന്നൊരു പ്ലാനിലാണ്. പോണതിന് തൊട്ട് മുമ്പായിട്ട് കടലിൽ ഇറങ്ങിയിട്ട് അങ്ങ് പോകുന്നതാണ്. ഇവിടെ ഇതാ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ കടലെന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കുളിക്കും. കന്യാകുമാരി കുളിക്കാൻ പോണതിനേക്കാളും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെയാണ് കുളിക്കാൻ ഇറങ്ങുന്നത്. ഇതാണപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ. നല്ല പള്ളിയാണ്, നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഈ പള്ളിയുടെ കീഴിൽ വരുന്ന തന്നെ കുറേ പള്ളികളുണ്ട്. ഇതാണ് പുതിയ പള്ളി എന്ന് പറയുന്നത്. നേരത്തെ പഴയ പള്ളിയൊക്കെ അവിടെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഒരു 4 പള്ളിയെങ്കിലും കാണും ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഇതിൻ്റെ കീഴിൽ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി വന്ന് ഇവിടുത്തെ പള്ളിയുടെ ചുറ്റും ക്ലീനാക്കി കൊണ്ടുപോകും. ഇവിടെ ഉള്ള വേസ്റ്റ് അത്ര എടുത്തുകൊണ്ടങ്ങ് പോവും. ഇവിടെ ആൾക്കാർ എണ്ണയും വെള്ളവും എല്ലാം ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിനകത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വേളാങ്കണ്ണി പള്ളി. ഇതിനകത്തിപ്പോൾ ആരാധന എന്തോ നടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആരാധന നടക്കുകയാണ്. നല്ല വലിയ പള്ളിയാണ്, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടാൽ മനസ്സിലാവും, കണ്ടോ, നല്ല മനോഹരമായ പള്ളി. ഇനിയാണ് ആരാധന തുടങ്ങുന്ന. ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ആണ്. ഇരിക്കാൻ പറ്റാത്തവരൊക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്, കാരണം അത്രയ്ക്ക് ആൾത്തിരക്കാണ്. നമ്മളൊക്കെ തറയിലാണ് ഇരുന്നത്.
തറയിലിരിക്കാൻ പറ്റൂ, മുകളിലിരിക്കാൻ സ്ഥലമില്ല, ഓരോരുത്തർ സ്ഥലം കാണില്ല. ഇവിടെ അത്രയ്ക്ക് ആരാധകർ വന്ന് കൂടുന്നുണ്ട്. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇവിടെ വന്ന് കൂടുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ആൾക്കാർ തിരക്ക് കാരണം നമുക്ക് മുകളിൽ സീറ്റ് കിട്ടുന്ന ഒരു ഡൗട്ടാണ്. അതുകൊണ്ട് താഴെ തന്നെ നമുക്ക് ഇരിക്കേണ്ടി വരും. തറയിലിരിക്കാനൊരു സുഖമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അവിടെ നിന്നാണ് അച്ഛനും ബാക്കിയുള്ളവരെല്ലാം പ്രസംഗിക്കുന്നത്. നല്ല വലിയ അൽത്താരയാണ്, നമ്മുടെ നോർമൽ പള്ളിയിലുള്ള പോലെയല്ല. അടുത്തതാ ഇത് മറ്റൊരു പള്ളിയാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഫ്രണ്ടിലൊരു കിണറുണ്ട്, അതാണ് ഇത് ഇവിടുത്തെ മെയിൻ ഐതിഹ്യം. ഒരു പാൽക്കാരൻ വന്നപ്പോൾ വേളാങ്കണ്ണി മാതാവ് പ്രത്യക്ഷപ്പെട്ട കുളമാണ്. അപ്പോൾ ആ കുളത്തിനെ ഇപ്പോൾ അവർ കെട്ടി കിണറാക്കിയാണ് വച്ചിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിലൊരു രൂപമൊക്കെ ഉണ്ട്. ഇവിടുന്ന് വെഞ്ചരിച്ച വെള്ളമൊക്കെ കിട്ടും നമുക്ക്. അത് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഞാൻ നീന്താൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ ക്യാമറ കാണാൻ പറ്റും, നീന്തി വരെയാണ്. ഈ കടലിൽ നല്ല ആഴം കുറവാണ്. അങ്ങ് ദൂരെ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നത് വരെ നല്ല ആഴം കുറവാണ്. നമ്മളെ മുട്ട് വരെ അല്ലെങ്കിൽ അര വരെയൊക്കെ വെള്ളം കാണും. കടൽ നല്ല ഉപ്പായതുകൊണ്ട് എൻ്റെ കണ്ണ് നല്ല എരിയുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ കടലിൽ നിന്ന് കയറതാ ഇനി യാത്ര തിരിക്കാൻ പോകണം. ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ യാത്ര തിരിച്ച് രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇനി വീടിൻ്റെ അടുത്ത് എത്തും, ഒരു രാവിലെ 3 മണിയൊക്കെ ആകുമ്പം എത്തും. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ അതാ വീട്ടിലെത്താറായിട്ടുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.